പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ 12-ാം ദിവസമാണിന്ന്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെ വാക്യങ്ങൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. വിരുന്നുമായി ബന്ധപ്പെട്ട് അതിഥിക്കും ആതിഥേയനും ഈശോ നൽകുന്ന ഉപദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ചുരുക്കം. ഈശോ പറയുന്നു, വിരുന്നിന് ക്ഷണിക്കുമ്പോഴും വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോഴും പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് ഈശോ വളരെ ഒരേ സമയം പ്രായോഗികമായ ഒരു പാഠവും ആത്മീയമായ പാഠവും അതുപോലെ തന്നെ ഇത് മര്യാദയുടെയും മാന്യതയുടെയും പാഠവുമായ സംഗതികളാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ പറയുന്നു, വിരുന്നിന് വരുമ്പോൾ ആദ്യം ഒരാൾ കയറിയിരിക്കുന്നെങ്കിൽ അയാളത് സ്വയം വലിയവനാണെന്ന് ഭാവിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എല്ലാവരെയും കാൾ മെച്ചമാണ്, എന്നോടൊപ്പം വിളിക്കപ്പെട്ട എല്ലാവരെയും കാൾ ഞാൻ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ എന്നേക്കാൾ താഴെയാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ്. ഈശോ പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഞാൻ എന്നെ തന്നെ ഉയർത്തുമ്പോൾ അതിൻ്റെ മറുവശമാണ് ഓർമ്മിക്കേണ്ടത്, ഞാൻ അവരെ അറിഞ്ഞുകൊണ്ട് താഴ്ത്തുകയാണ്. ഇനി ഞാൻ സ്വയം താഴുമ്പോഴാണെങ്കിലോ ഞാൻ മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി കാണുന്നത്. ഈശോ വലിയവനാണ്. സ്വർഗത്തിൻ്റെ മഹിമയിലായിരുന്ന ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ താഴ്ത്തി. അത് ഈശോയുടെ എളിമയുടെ മഹത്വം കാണിച്ചതും ഒപ്പം നമ്മളെ സ്വർഗത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താനും വേണ്ടിയിട്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് മറ്റുള്ളവരെ ഉയർത്താനും താഴ്ത്താനും പറ്റും. പലപ്പോഴും അത് നടക്കുന്നത് നമ്മുടെ സംസാരത്തിലാണ്. മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുന്ന, വിലയില്ലാതെ സംസാരിക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കരുതലും ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുന്ന, അവരെന്നേക്കാൾ ഒത്തിരി താഴെയാണ് എന്ന ചിന്തയോടെ, അവജ്ഞയോടെ, പുച്ഛത്തോടെ സംസാരിക്കുന്ന ശൈലി നമുക്ക് ആർക്കും ചേർന്നതല്ല. നമുക്ക് സംസാരത്തിലും മനോഭാവത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ ഉയർത്തുന്ന, അതുവഴി നമ്മളും സ്വയം ഉയരുന്ന ആ വലിയ ആത്മീയ ചൈതന്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ അതുവഴി നമ്മളും ഉയരുകയാണ്. പലരും മറ്റുള്ളവരെ ഉയർത്താൻ മടിക്കുന്നത്, ഞാൻ ഒരാളെ ഉയർത്തി അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ഞാൻ മോശമാകുമോ എന്നുള്ള ഒരു ഭയത്തിൻ്റെ പേരിലാണ്. എനിക്ക് ഒരാളെക്കുറിച്ച് നന്നായി, അല്ലെങ്കിൽ അയാൾ നല്ലതാണ്, അയാൾ ചെയ്ത കാര്യം നല്ലതാണ്, അയാൾ പറഞ്ഞ കാര്യം നല്ലതാണെന്ന് പറയാൻ പറ്റുന്നത് അത് പറയുന്ന എൻ്റെ മനസ്സ് നല്ലതായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആരെ ഉയർത്തുന്നോ അയാളോടൊപ്പം ഞാനും ഉയരുകയാണ് എന്ന ബോധ്യത്തിൽ മറ്റുള്ളവരെ ഇകഴ്ത്തിയല്ല, മോശമാക്കിയല്ല, പുച്ഛിച്ചല്ല, മറ്റുള്ളവരെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ, അതുവഴി നമുക്കും ഉയർച്ചയിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കാം. മറ്റുള്ളവരെ ബോധപൂർവം താഴ്ത്തുമ്പോൾ സത്യത്തിൽ അത് കേട്ടു നിൽക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ വിലയും താഴുകയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കുകയും ചെയ്യാം. ഈശോയുടെ മാതൃകയും ചൈതന്യവും സ്വീകരിച്ച് നമുക്ക് മറ്റുള്ളവരെ ഉയർത്താം, അതുവഴി നമുക്കും ഉയരാം. ആമേൻ.